ഇന്ന് ഉണ്ടാക്കാൻ പോണതേ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചോപ്പ് ചട്നിയാണ്. അത് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനു വേണ്ടി ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നാൽ ഒരു 6 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വറ്റൽ മുളക് ബലൂൺ വീർത്ത പോലെ വീർത്ത് വരട്ടെ കേട്ടോ. ഇതാ വറ്റൽ മുളക് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കണ്ടില്ലേ? ഇനി ചൂടുള്ള എണ്ണയിൽ തന്നെ ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-25 ചെറിയ ഉള്ളി ഉണ്ടാവും കേട്ടോ. അതൊന്ന് നമുക്ക് വാടി വരുന്നവരെ വറുക്കാം. ഇപ്പം നമ്മളെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 8-9 ചെറിയ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ മതി കേട്ടോ. അതൊന്ന് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. മക്കളെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണേ. അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇതിനാണെങ്കിൽ തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും തേങ്ങ കിട്ടില്ലല്ലോ. അപ്പോൾ തേങ്ങ ഇല്ലാത്തവർക്ക് ചട്നി ഉണ്ടാക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പം മക്കളെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിൽ 2 തക്കാളി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്നുകൂടി വഴണ്ട് പൊട്ടുകടലയൊക്കെ ഒന്ന് ചൂടായി വരും. ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും പൊട്ടുകടലയൊക്കെ ഒന്ന് വെന്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഇറക്കി വെക്കാം. മക്കളെ ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. എന്നിട്ട് വേണം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ ചട്നി കൂട്ടി കഴിക്കാൻ പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മസാലയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതിന് ഇനി നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കൊരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ? ഇതേപോലെ നല്ല നൈസായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചട്നി നല്ല കട്ടിയുണ്ട്. ഇനി നിങ്ങളെ ആവശ്യത്തിന് കട്ടി കുറയ്ക്കാന്നുള്ളതിന് ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. കുറച്ചീച്ച വെള്ളം ഒഴിച്ച് ആക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ലേശം ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചില്ലേ. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ടതാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചത് കൊണ്ട് ഉപ്പ് കുറവുണ്ടാവും. ഇനി നമുക്ക് ഉപ്പ് നോക്കി നോക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇതെവിടെ ഇരിക്കട്ടെ. മക്കളെ ഇനി നമുക്ക് ചട്നീനെ ഒന്ന് താളിച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്.
അപ്പോൾ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇതിൽ 3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വറ്റൽ മുളകൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി വറ്റൽ മുളകൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല ബ്രൗൺ കളറിലൊന്ന് മൂത്ത് വരട്ടെ ഉള്ളി. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ചട്നിക്കുള്ള താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് അങ്ങ് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇതാ കണ്ടില്ലേ മക്കളെ, അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയിലേക്ക് ചട്നി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കഴിച്ചോ? നമ്മുടെ ചട്നി തേങ്ങ ഇല്ലാത്ത ചുവന്ന ചട്നി കേട്ടോ. കഴിച്ച് പഞ്ഞി പോലത്തെ ഇഡ്ഡലി കേട്ടോ. നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഇഡ്ഡലി പാത്രത്തിൽ അടുപ്പത്ത് വെക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാം. അപ്പം ചട്നി ഇഡ്ഡലിയും ഒപ്പാവും. അതേപോലെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശ കലക്കി നമ്മൾ ഓരോന്നായിട്ട് ഒഴിക്കുമല്ലോ. ഒന്നൊഴിക്കുമ്പോൾ ഒന്ന് ചെയ്യുക, ഒന്നൊഴിക്കുമ്പോൾ ഒന്ന് ചെയ്യുക. അങ്ങനെ ദോശയും ചട്നിയും റെഡിയാവും. അതേപോലെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കുഞ്ഞു മക്കളുണ്ടെങ്കിൽ എരിവ് കുറച്ചിട്ടാൽ മതി, മുളക് കുറച്ചിട്ടാൽ മതി. ഇതേപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.